മകരവിളക്ക് ദർശനത്തിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ജനം ടിവിയോട്. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിഞ്ഞത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം മന്ത്രിമാർ ഒരുമിച്ചാണ് ഈ മകരവിളക്കിന് ഉള്ളത്. MLA-മാരുണ്ട്, എല്ലാവരും ഉണ്ട്. മീൻസ് എങ്ങനെയുണ്ട് ഫൈനൽ ഘട്ടത്തിലെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്? ഇതുവരെയുള്ള ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ മുന്നൊരുക്കങ്ങളോടുകൂടി നടത്തിയെല്ലാം വിജയം കണ്ടു എന്നുള്ളതാണ് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന ഒരു തീർത്ഥാടകൻ പോലും ദർശനം കിട്ടാതെ മടങ്ങിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒപ്പം എല്ലാ പശ്ചാത്തല സൗകര്യവും സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘങ്ങളും എല്ലാം ചേർന്ന് ഒരുക്കി. ബഹുമാനപ്പെട്ട കോടതിയും ഞങ്ങളുടെ നിലപാടിന് അനുകൂലമായ വിധികൾ തന്നിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ടീം വർക്ക് കഴിഞ്ഞതിൻ്റെ നെറ്റ് റിസൾട്ടാണ് മണ്ഡല കാലഘട്ടത്തിലും ഇതുവരെയുള്ള മുഴുവൻ ദർശന കാര്യങ്ങളിൽ സുഗമമായി സുന്ദരമായി ഈ തീർത്ഥാടന കാലഘട്ടം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പൊ മണ്ഡലകാലം ആരംഭിച്ച് ഇന്ന് മകരസംക്രാന്തി പൂജ വരെ ഇപ്പോൾ സമാപിച്ചു കഴിഞ്ഞു. ഈ കണക്കുകൂട്ടുന്നതിലും അധികമാണ് അയ്യപ്പ ഭക്തർ. ഇന്നലെയും തന്നെ 1 ലക്ഷത്തോളം ഇല്ല. ഞങ്ങളിപ്പോൾ ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 89 ലക്ഷം തീർത്ഥാടകർ ഈ വർഷം കൂടുതൽ വന്നിരിക്കുന്നു. നടവരുമാനത്തിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 100 കോടി രൂപയുടെ അധിക വരുമാനം വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഓരോ വർഷം കഴിയുന്തോറും തീർത്ഥാടകരുടെ നമ്പർ കൂടി വരുന്നു. ഇതിന്റെ പ്രാധാന്യം കൂടി വരുന്നു. എത്ര ആളുകൾ വന്നാലും അവരെല്ലാം സംരക്ഷിക്കാനും പരിരക്ഷിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ആധുനിക രൂപത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങളിവിടെ പ്രയോജനപ്പെടുത്തി. അതോടൊപ്പം തന്നെ ആതിഥേയ സംസ്കാരത്തിൽ ഉദാത്തമായ മാതൃക സ്വീകരിച്ചാണ് ഈ പ്രാവശ്യത്തെ തീർത്ഥാടനം ഞങ്ങൾ ഒരുക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ വരുന്ന മുഴുവൻ ഭക്തരെയും സ്വീകരിക്കാൻ, അവർക്ക് ലഘുഭക്ഷണം കൊടുക്കാൻ, അതുപോലെ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ, നനയാതിരിക്കാൻ, വെയിൽ കൊള്ളാതെ നിൽക്കാൻ, ഇതിനെല്ലാം ഉള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുത്ത പോലെ തന്നെ നിങ്ങൾക്കറിയാം, നടയിൽ 18-ാം പടയിൽ മുമ്പ് 65 പേരായിരുന്നു ഒരു മിനിറ്റിൽ കയറിയിരുന്നത്. ഇപ്പോൾ 85 പേര് 90 വരെ കയറിയാണ്. അപ്പോൾ ലക്ഷങ്ങൾ കൂടുതൽ വന്നാലും ഓരോ മിനിറ്റിലും ഇത്രയേറെ ആൾക്ക് കയറി ദർശനം നടത്താനുള്ള സൗകര്യം ഉറപ്പാക്കിയതോടുകൂടി ആ സൗകര്യങ്ങൾ വിപുലീകരിക്കപ്പെട്ടു എന്നുള്ളതും ദർശനത്തിന് സുഗമമായി വഴിയൊരുക്കിയ ഘടകങ്ങളിൽ മറ്റൊന്നാണ്. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയ ആരാധനയുടെയും ആത്മീയതയുടെയും കേന്ദ്രം കൂടിയാണ് തമിഴ്നാട് ദേവസ്വം മന്ത്രി. ഇത്തവണ ഈ മകരവിളക്ക് പൂജയിൽ അങ്ങയ്ക്കൊപ്പമുണ്ട്. അദ്ദേഹം ഇപ്രാവശ്യം മാത്രമല്ല, അദ്ദേഹം ശബരിമലയിലെ ഭക്തനാണ്. അദ്ദേഹം വർഷങ്ങളായി ഇവിടെ വരുന്നുണ്ട്. എല്ലാ വർഷവും വന്ന് പോയി. പക്ഷേ ഈ വർഷം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞത്, ഇതുവരെ വന്നിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഒരു പ്രശ്നവും കൂടാതെ സുഗമമായ തീർത്ഥാടനം പൊതുവിൽ ദർശിക്കാൻ കഴിഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുന്നു പറഞ്ഞ് അദ്ദേഹം ഇത് വരുന്ന ഈ വർഷം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ഡലകാലത്തും വന്നിരുന്നു, ഇപ്പോഴും വന്നിരുന്നു. നമ്മുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന് നാട്ടിൽ വരുന്ന ആളുകൾക്ക് സംതൃപ്തി ഉണ്ടെന്നുള്ള വിവരം അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചു. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീരവണക്കം നൽകിക്കൊണ്ടാണ് വന്നത്. അത്തരത്തിൽ അദ്ദേഹം very good arrangement. லட்சம் தாண்டி பீப்புள் வந்து நல்லா ஹாப்பி. நல்ல அரேஞ்ச்மெண்ட். நான் നെക്സ്റ്റ് കൊടുക്കണം, സാറ് കൊടുക്കും. ശബരിമല സന്നിധാനത്ത് മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തജനങ്ങൾ സുഗമമായി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് മകരസംക്രമമായ ആ മകരജ്യോതിക്ക് സന്നിധാനത്ത് അങ്ങ് പൊന്നമ്പലമേട്ടിൽ തെളിയുവാനുള്ളത്.